ദേ ഈ മലയുടെ തുഞ്ചത്തായിട്ട് 2-3 പേര് നിൽപ്പുണ്ട്. അവിടെ കോടയടിച്ച് കിടക്കുകയാണ്. ഈ കോടയടിച്ച് കിടക്കുന്ന മല ഏതാണെന്ന് മനസ്സിലായോ? ഇത് ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡാണ്. നമ്മൾ താഴത്ത് നിന്ന് ട്രക്ക് ചെയ്ത് മലയ്ക്ക് മുകളിൽ കയറി നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരവും സാഹസികത നിറഞ്ഞതുമായ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇല്ലിക്കൽ കല്ല്. മീനച്ചിൽ താലൂക്കിലെ മൂന്നിലവ്, തിടനാട് വില്ലേജുകളിലായി ഈരാറ്റുപേട്ടയിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടിയിലധികം ഉയരമുള്ള ഈ മലനിരകൾ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. സാധാരണയായി വിനോദസഞ്ചാരികൾ എത്തുന്ന മുൻഭാഗത്തുള്ള ഇല്ലിക്കൽ കല്ലിന്റെ കാഴ്ചകളേക്കാൾ തികച്ചും വ്യത്യസ്തവും അതിമനോഹരവുമാണ് ബാക്ക് സൈഡ് വ്യൂ. ശക്തമായ കാറ്റും കോടമഞ്ഞും എപ്പോഴും ഈ ഭാഗത്തുണ്ടാകാറുണ്ട്. കനത്ത കോടമഞ്ഞാണ് ഇല്ലിക്കൽ കല്ലിലെ പ്രധാന ആകർഷണം. മിനിറ്റുകൾക്കുള്ളിൽ പ്രദേശം മുഴുവൻ മഞ്ഞിൽ മറയും. അടുത്ത നിമിഷം തന്നെ മഞ്ഞ് മാറി തെളിയുകയും ചെയ്യും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡ് ഏരിയ. ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പാർക്കിംഗ് ഫീസോ എൻട്രി ഫീസോ ഒന്നുമില്ല. ഇല്ലിക്കൽ കല്ല് പ്രധാനമായും 3 വലിയ പാറക്കൂട്ടങ്ങൾ ചേർന്നതാണ്. ഓരോന്നിനും സവിശേഷമായ രൂപമാണുള്ളത്. കൂടക്കല്ല്, കുടയുടെ ആകൃതിയിലുള്ള വലിയൊരു പാറയാണിത്. പിന്നെയുള്ളത് കൂനൻ കല്ല്, കൂന് നിവർന്നു നിൽക്കുന്ന പോലെയുള്ള ഒരു പാറ. പിന്നെ നരകപ്പാലം. ഈ 2 കല്ലുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രകൃതിദത്തമായി ഉണ്ടായ ഇടുങ്ങിയ ഒരു വഴിയാണിത്. ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് ഈ മുകളിൽ വരെ ഇങ്ങനെ കയറി ചെല്ലാവുന്നതാണ്. ഒത്തിരി സാഹസികത നിറഞ്ഞ വഴികളാണ് മുകളിലേക്കുള്ളത്. തൊട്ട് താഴത്തുള്ള ഈ റോഡും ഈ റോഡിലൂടെയുള്ള യാത്രയും ഒക്കെ വളരെ മനോഹരമാണ്. ഈ പോകുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണുന്ന സ്ഥലം പുള്ളിക്കാനമാണ്. ഈ മലയുടെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാനം, എസ് വളവും എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളും കൊച്ചിൻ റിഫൈനറിയും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം 56 കിലോമീറ്റർ ദൂരത്തിലാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളത്ത് നിന്ന് ഏകദേശം 95 കിലോമീറ്റർ ദൂരത്തിലാണ് ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ലിന്റെ ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ 2-3 കടകളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ചായയും സ്നാക്സും ഒക്കെ കിട്ടും. പിന്നെ ഇവിടെ റേഞ്ച് ഇത്തിരി കുറവാണ്. അല്ല, നമ്മൾ കഴിവതും കയ്യിൽ കുറച്ച് ക്യാഷ് കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ കടക്കാരുടെ കയ്യിൽ ചിലപ്പോൾ ഹോട്ട്സ്പോട്ട് ഉണ്ടായിരിക്കും. അത് വെച്ച് നമുക്ക് ഗൂഗിൾ പേ വഴി ക്യാഷ് പേയ്മെന്റ് നടത്താൻ സാധിക്കും. എങ്കിലും നമ്മൾ നമ്മുടെ കയ്യിൽ കുറച്ച് ലിക്വിഡ് മണി കരുതിയിരിക്കുക. അതേപോലെ ഇല്ലിക്കൽ കല്ലിലേക്ക് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ കാറിലോ ബൈക്കിലോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പോലും കുത്തനെയുള്ള കയറ്റവും ഇറക്കവുമാണ്. സൂക്ഷിച്ചും പതിയെയും ശ്രദ്ധിച്ചും മാത്രം വണ്ടി ഓടിക്കുക. ഒത്തിരി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള സ്ഥലമാണിത്. നമ്മൾ ഓടിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള ശ്രദ്ധ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. പിന്നെ ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പ് സൈഡിലേക്ക് കയറുന്നവർ കഴിവതും ഇരുട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ താഴെ ഇറങ്ങാൻ ശ്രമിക്കുക. തിരിച്ചു വരുമ്പോഴുള്ള റൂട്ടിൻ്റെ പ്രശ്നവും അതേപോലെ ഇരുട്ടായതുകൊണ്ട് വെളിച്ചക്കുറവൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടും സുരക്ഷിതമായി യാത്ര ചെയ്യൂ. ഒരു വിധത്തിലുള്ള മാലിന്യങ്ങളും നമ്മൾ നിക്ഷേപിക്കാതിരിക്കൂ. താങ്ക് യു.